മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം മക്കയിലെ 13 വർഷത്തെ പീഡനം, അതിൻ്റെ ശേഷം മദീനയിലേക്കുള്ള പലായനം. ആ പലായനം ചെയ്യുന്ന രാത്രി നമുക്കറിയാം ശത്രുക്കൾ വധിക്കാൻ വേണ്ടി ചുറ്റും നിൽക്കുകയാണ്. അങ്ങനെ മദീനക്കാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖബയിൽ വെച്ച് നടന്ന 2-ാം ഉടമ്പടിയിൽ ഇങ്ങനെ വ്യവസ്ഥ ചെയ്തു: ഞാൻ മദീനയിലേക്ക് പലായനത്തിന് വരാം, പക്ഷെ നിങ്ങൾ എൻ്റെ സുരക്ഷ ഏറ്റെടുക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ സുരക്ഷ ഏറ്റെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നുണ്ട് സുറാഖ റളിയല്ലാഹു, പിന്നീട് വിശ്വാസിയായി ഇസ്ലാം സ്വീകരിച്ചു. സുറാഖ റളിയല്ലാഹു റസൂലുള്ളാഹിനെ പിന്തുടരുന്നുണ്ട്. നിങ്ങൾ ആ നിമിഷം ഒന്ന് മനസ്സിൽ ചിത്രീകരിച്ച് നോക്കൂ. പക്ഷേ സുറാഖ റളിയല്ലാഹു നബിയോട് അടുക്കുമ്പോൾ താൻ സഞ്ചരിക്കുന്ന വാഹനം, താൻ സഞ്ചരിക്കുന്ന മൃഗത്തിൻ്റെ കാല് മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോകുന്നു, സഞ്ചരിക്കാൻ കഴിയുന്നില്ല. സുറാഖയ്ക്ക് മനസ്സിലായി ഇത് നിസ്സാരക്കാരനല്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖയോട് പറയുന്നുണ്ട്: സുറാഖ, കിസ്റയുടെ രാജാവിൻ്റെ സ്വർണ്ണവളകൾ നിൻ്റെ കയ്യിൽ വരുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. സുറാഖ ആരോടാണ് പറയുന്നത്? സ്വന്തം നാട്ടിൽ നിലനിൽപ്പില്ലാതെ മറ്റൊരു നാട്ടിലേക്ക് രക്ഷപ്പെട്ടു പലായനം ചെയ്തു പോകുന്ന സമയത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ ആത്മവിശ്വാസത്തിൻ്റെ, ആ ഉറപ്പിൻ്റെ പേരാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള അറിവ് അല്ലാതെ എങ്ങനെയാണ് അത് പറയാൻ കഴിയുക? സമാനമായത് അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തന്നെ വർഷങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സംഭവിക്കുന്നുണ്ട്. പേർഷ്യ സാമ്രാജ്യം ഇസ്ലാമിൻ്റെ കീഴിൽ വന്നു. ആ സമയത്ത് പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ രാജാവിൻ്റെ കൈവളകൾ ഖലീഫയുടെ മുമ്പിലെത്തി. അങ്ങനെ സുറാഖ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അത് എൻ്റെ കൈകളിൽ അണിയണം എന്ന് അവകാശപ്പെട്ടു. പുരുഷന് സ്വർണം ധരിക്കൽ ഹറാമാണല്ലോ, പക്ഷേ ഒരു പുരുഷന് ഒരിക്കൽ മാത്രം അനുവദിക്കപ്പെട്ടു. അത് സുറാഖയ്ക്കാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചു എന്ന പ്രമാണത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. പിന്നീട് മക്കയിൽ നിന്നും ശത്രുക്കൾ ബദർ, ഉഹദ് ഒരുപാട് യുദ്ധങ്ങൾ നടത്തുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വധിക്കപ്പെട്ടു എന്ന് വ്യാജമായി കിംവദന്തി പരത്തുകയും ചെയ്യുന്നുണ്ട് അവർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും എപ്പോഴും സഹാബികൾ പ്രൊട്ടക്ഷൻ നൽകാൻ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയാണെങ്കിൽ 2 പേർ ചുറ്റുമുണ്ടാകും. തൻ്റെ മുറിയുടെ പുറത്ത് സംരക്ഷണത്തിനായി നിൽക്കുന്നുണ്ടാകും. കാരണം ശത്രുക്കൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അവസാന കാലമാകുമ്പോഴേക്കും ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുന്നുണ്ട്. യഹൂദന്മാരുടെ വിരോധം നമ്മൾ നേരത്തെ പറഞ്ഞു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആട്ടിറച്ചിയിൽ വിഷം കലർത്തി വരെ അവർ നബിയെ വധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മദീന കരാർ, മദീനയിലെ യഹൂദ ക്രൈസ്തവ ഗോത്രങ്ങളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെട്ട സൗഹൃദ കരാർ, ആ സൗഹൃദ കരാർ പൊളിക്കാൻ ഒരു ഗോത്രം ചെയ്തത് തങ്ങൾക്കിടയിലെ പ്രശ്നം പരിഹരിക്കാൻ എന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും വിളിപ്പിക്കുകയും അവിടെ വെച്ച് ചതിച്ചു കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷപ്പെട്ടു വരുന്നത്. ബനു നളീർ ഗോത്രം. അങ്ങനെയാണ് ബനു നളീർ ഗോത്രത്തോട് നാട് വിട്ടു പോകാൻ ആവശ്യപ്പെടുന്നത്. കാരണം വിശ്വാസവഞ്ചന കാണിച്ചു, രാഷ്ട്രത്തലവനെ വധിക്കാൻ ശ്രമിച്ചു എന്നത് ഗൗരവതരമായ കുറ്റം തന്നെയാണ്. അങ്ങനെയാണ് നാട് വിട്ടു പോകാൻ അവരോട് ആവശ്യപ്പെടുന്നത്. പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് വധഭീഷണികളുണ്ട്, ശത്രുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അങ്ങനെ പ്രൊട്ടക്ഷൻ നൽകുന്ന ആ സമയത്ത് വിശുദ്ധ ഖുർആനിൽ ഒരു വചനം അവതരിക്കുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയോടൊപ്പം ശയിച്ചു കൊണ്ടിരിക്കുകയാണ്, റൂമിനകത്താണ്. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിൽ ഈ വചനത്തിൻ്റെ അവതരണം. വല്ലാഹു യഅസിമുക മിനന്നാസ് എന്നതാണ് ആ വചനം. അള്ളാഹു അങ്ങയെ ജനങ്ങളിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നു. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റൂമിൻ്റെ പുറത്തേക്ക് വന്നു. കാവൽ നിൽക്കുന്നുണ്ടായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു: സഅദേ, ഇനി കാവൽ വേണ്ട, പോയിക്കൊള്ളൂ. എൻ്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. എൻ്റെ സംരക്ഷണം ഇനി നിങ്ങൾ നോക്കേണ്ടതില്ല, അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ അനുഭവം ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. ഈ പെൺകുട്ടി പറയുകയാണ്: ഒരു മനുഷ്യൻ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഒരുപക്ഷെ വഞ്ചിച്ചേക്കാം, ഒരുപക്ഷെ മുഴുവൻ മനുഷ്യരോട് നുണ പറഞ്ഞ് കബളിപ്പിച്ചേക്കാം, പക്ഷേ സ്വന്തം ശരീരത്തെ വഞ്ചിക്കുമോ? സ്വന്തം ശരീരത്തെ വഞ്ചിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവാണ് തനിക്ക് വഹി നൽകുന്നത് എന്നതിൽ അല്പമെങ്കിലും സംശയമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരായത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും നിങ്ങൾ എൻ്റെ ചുറ്റും നിന്നോ എന്നല്ലേ പറയേണ്ടത്. ഒരു മനുഷ്യൻ മരണം ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കില്ലല്ലോ. ശത്രുക്കൾ വർദ്ധിച്ചു വരികയാണ്, ഭീഷണികൾ ഒരുപാടുണ്ട്, അതിനുവേണ്ടി ശ്രമങ്ങൾ അനേകം നടക്കുന്നുമുണ്ട്. ആ സമയത്ത് നബി തങ്ങൾ പറയുകയാണ്: എനിക്കിനി പ്രൊട്ടക്ഷൻ വേണ്ട, എൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. കാരണം തനിക്ക് ലഭിച്ച സന്ദേശത്തോട് ഏറ്റവും കൂടുതൽ സമർപ്പണം ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ വിശ്വാസ ദൃഢതയുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് എന്നതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന പാഠം.